ഹായ്, ഇന്ന് നമുക്ക് ബ്രെഡും മുട്ടയും കുറച്ച് വെജിറ്റബിൾസൊക്കെ ഉപയോഗിച്ചിട്ട് നമുക്ക് നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു സാൻഡ്വിച്ച് റോൾ ഉണ്ടാക്കാം. അപ്പോൾ അതിന് വേണ്ടിയിട്ട് ഒരു ബൗളിലോട്ട് നമുക്ക് ഇതേപോലെ ഒരു അര കപ്പോളം ക്യാബേജ് നീളത്തിൽ അരിഞ്ഞിട്ട് ചേർത്ത് കൊടുക്കാം. അതേപോലെ തന്നെ നീളത്തിൽ അരിഞ്ഞിട്ടുള്ള ഒരു 1/4 കപ്പ് ക്യാരറ്റും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇനി അടുത്തതായിട്ട് ഒരു ചെറിയ സവോള നീളത്തിൽ അരിഞ്ഞതും കൂടെ നമ്മളിവിടെ ചേർത്ത് കൊടുക്കുന്നുണ്ട്. ഇനി ഇതിലോട്ട് ആവശ്യത്തിന് ഉപ്പ് ചേർത്തതിന് ശേഷം നമ്മുടെ കൈ ഉപയോഗിച്ച് ഇത് നല്ല പോലെ അമർത്തിയിട്ട് ഒന്ന് നന്നായിട്ടൊന്ന് കുഴച്ചെടുക്കാം കേട്ടോ. അപ്പോൾ ഇത് നല്ല ഒന്ന് സോഫ്റ്റായി കിട്ടാൻ വേണ്ടിയിട്ടാണ് നമ്മളങ്ങനെ ചെയ്യുന്നത്. ഇപ്പം നമ്മൾ നല്ല സോഫ്റ്റായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിലോട്ട് 2 കോഴിമുട്ട പൊട്ടിച്ച് ഒഴിച്ച് കൊടുക്കാം. അപ്പോൾ മുട്ടയുടെ എണ്ണം നമ്മുടെ ഇഷ്ടാനുസരണം വ്യത്യാസമൊക്കെ വരുത്താം കേട്ടോ. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ നമ്മുടെ കുരുമുളക് പൊടിയും കൂടെ ചേർത്തതിന് ശേഷം നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി നമുക്കൊരു പാനിലോട്ട് കുറച്ച് ബട്ടർ ഇട്ടിട്ട് അത് നന്നായിട്ടൊന്ന് ഉരുകി വരുമ്പോഴത്തേക്കും നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ടയുടെ കൂട്ടിൽ നിന്ന് പകുതി എടുത്തിട്ട് നമുക്ക് ഇതിലോട്ട് ചേർത്ത് കൊടുക്കാം കേട്ടോ. ഇങ്ങനെ ചേർത്തതിന് ശേഷം നമുക്ക് ഇതേപോലെ നമ്മുടെ സ്പൂണ് വെച്ചിട്ട് നന്നായിട്ട് ഒരു സ്ക്വയർ ഷേപ്പിൽ നമുക്ക് ഒന്ന് ആക്കിയെടുക്കണം. അതായത് നമ്മുടെ ബ്രെഡിൻ്റെ ഷേപ്പിൽ തന്നെ നമുക്കൊന്ന് ആക്കിയെടുക്കണം. അപ്പോൾ ഇതേപോലെ സൈഡിലേക്കൊക്കെ ഒഴുകി പോകുന്ന മുട്ടയൊക്കെ ഇങ്ങനെ ആക്കി തന്നെ നല്ലൊരു സ്ക്വയർ ഷേപ്പ് ആക്കി എടുക്കാം കേട്ടോ. അപ്പോൾ ഈ സമയം കൊണ്ട് തന്നെ നമ്മുടെ അടിഭാഗം നന്നായിട്ട് ഒന്ന് മൊരിഞ്ഞ് കിട്ടും വേണം. അപ്പോൾ ഒരു സൈഡ് നന്നായിട്ട് വരുമ്പോഴത്തേക്കും നമുക്ക് പാൻ്റെ വേറൊരു ഭാഗത്തായിട്ട് നമുക്ക് കുറച്ചും കൂടെ ബട്ടർ തേച്ചിട്ട് അതിലോട്ട് നമുക്കിതൊന്ന് മറിച്ചിട്ട് കൊടുക്കുക. അങ്ങനെ നമുക്ക് അത്യാവശ്യം ഒരു സ്ക്വയർ ഷേപ്പിലുള്ള നമ്മുടെ മുട്ട ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. അപ്പോൾ നല്ല 2 സൈഡും നല്ല ഗോൾഡൻ ബ്രൗൺ കളറായി കിട്ടിയിട്ടുണ്ട്. ഇനി നമുക്കിത് മാറ്റി വയ്ക്കുക. ഇനി നമ്മൾ ഈ പാനിലോട്ട് കുറച്ച് ബട്ടർ തേച്ചതിന് ശേഷം 2 സ്ലൈസ് ബ്രെഡ് നമ്മൾ വെച്ച് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് നമുക്കിതൊന്ന് മൊരിയിച്ചെടുക്കണം. അപ്പോൾ നമ്മൾ ഈ സമയം കൊണ്ട് ഈ ബ്രെഡിൻ്റെ മുകൾ ഭാഗത്ത് നമുക്ക് കുറച്ചും കൂടെ ഒന്ന് ബട്ടർ തേച്ച് കൊടുക്കുക. അങ്ങനെ 2 സൈഡും നല്ലൊരു ഗോൾഡൻ ബ്രൗൺ കളർ ആവുന്ന വരെ നമുക്ക് മറിച്ചിട്ടിട്ട് ഇതൊന്ന് ടോസ്റ്റ് ചെയ്തെടുക്കാം. ഓക്കെ, ഇപ്പോൾ 2 സൈഡും നന്നായിട്ട് മൊരിഞ്ഞ് വന്നിട്ടുണ്ട്. ഇനി നമുക്കിത് പാനിൽ നിന്ന് എടുക്കാം. ഇനി ഞാൻ ഇവിടെ വേറൊരു പ്ലേറ്റിലോട്ട് കുറച്ച് ക്യാബേജും ക്യാരറ്റും സവോളയും ഇതുപോലെ നീളത്തിൽ അരിഞ്ഞത് എടുത്തിട്ടുണ്ട്. അതിലോട്ട് നമുക്ക് 1 ടീസ്പൂണോളം മയോണൈസും കൂടെ ചേർത്ത് പാനിൽ കുറച്ച് കുരുമുളക് പൊടിയൊക്കെ ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് നല്ല പോലെ ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് നമുക്ക് ഇതൊന്ന് മാറ്റി വയ്ക്കണം. ഇനി നമുക്കിതൊന്ന് അസംബിൾ ചെയ്യണം. അതിന് വേണ്ടിയിട്ട് ഒരു അലുമിനിയം ഫോയിൽ പേപ്പർ മുകളിലായിട്ട് നമ്മൾ ബ്രെഡ് വയ്ക്കുക. അതിന് മുകളിലായിട്ട് നമ്മൾ നേരത്തെ റെഡിയാക്കി വെച്ചിട്ടുള്ള ആ മുട്ട നമുക്ക് ചേർത്ത് കൊടുക്കാം. അതിന് മുകളിലായിട്ട് നമ്മൾ മയോണൈസൊക്കെ ചേർത്ത് മിക്സ് ചെയ്ത് വെച്ചിട്ടുള്ള നമ്മുടെ ക്യാബേജും ക്യാരറ്റിൻ്റെ ആ കൂട്ടും കൂടെ നമുക്ക് ചേർത്ത് കൊടുക്കാം. ഇതിന് മുകളിലായിട്ട് നമ്മൾ കുറച്ച് ടൊമാറ്റോ കെച്ചപ്പും കൂടെ നമ്മൾ ഒഴിച്ച് കൊടുക്കുന്നുണ്ട്. അപ്പോൾ ഇതിന് മുകളിലായിട്ട് നമുക്ക് വേണമെങ്കിൽ ചീസിൻ്റെ സ്ലൈസൊക്കെ ചേർക്കണം എന്ന് ആഗ്രഹമുള്ളവർക്ക് വേണമെങ്കിൽ അങ്ങനെയായാലും ചേർത്ത് കൊടുക്കാം കേട്ടോ. എന്നിട്ട് അതിന് മുകളിൽ നമ്മൾ നന്നായിട്ട് മുരിച്ചെടുത്തിട്ടുള്ള നമ്മുടെ ഒരു പീസ് ബ്രെഡും കൂടെ വെച്ച് കൊടുക്കാം. എന്നിട്ട് നമുക്ക് ഇത് പതുക്കെ നമ്മുടെ 2 കൈ ഉപയോഗിച്ചിട്ട് ഈ ബ്രെഡ് ഒന്ന് അമർത്തിയിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കണം. അതിൻ്റെ ഒപ്പം തന്നെ നമുക്ക് ഈ അലുമിനിയം ഫോയിൽ പേപ്പറും കൂടെ നന്നായിട്ട് നല്ല ടൈറ്റായിട്ട് നമുക്കൊന്ന് റോൾ ചെയ്തെടുക്കാം. അങ്ങനെ റോൾ ചെയ്തതിന് ശേഷം നമുക്കിതിൻ്റെ 2 സൈഡും ഇതേപോലെ ഒന്ന് മടക്കി കൊടുക്കാം. അങ്ങനെ നമ്മുടെ സാൻഡ്വിച്ച് റോള് ഒരെണ്ണം റെഡി ആയിട്ടുണ്ട്. ഇതുപോലെ തന്നെ നമുക്ക് ബാക്കിയെല്ലാം റെഡിയാക്കി എടുക്കാം. ഇനി നമുക്കിത് തുറന്ന് എങ്ങനെ വേണമെങ്കിലും കഴിക്കാം കേട്ടോ. പക്ഷേ നിങ്ങൾക്ക് കാണിക്കാൻ വേണ്ടിയിട്ട് ഞാൻ ഇതൊന്ന് കട്ട് ചെയ്ത് കാണിക്കുന്നുണ്ട്. അപ്പോൾ നമ്മളിപ്പോൾ കട്ട് ചെയ്ത് നോക്കിയപ്പോൾ നല്ല അടിപൊളിയായിട്ടുള്ള നമ്മുടെ റോൾ ഇവിടെ റെഡിയായി കിട്ടിയിട്ടുണ്ട്. ഇത് കാണുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും നല്ല ഫില്ലിംഗ് ആയിട്ടുള്ള ഒരു ഐറ്റമാണ് അല്ലേ. വെജിറ്റബിൾസും മുട്ടയും ബ്രെഡും എല്ലാം കൂടി ചേരുമ്പോൾ നല്ല അടിപൊളി ടേസ്റ്റുമാണ്. അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക. എന്നിട്ട് ഫീഡ്ബാക്ക് അറിയിക്കുക.